അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ നീലാകാശ പച്ചക്കടലിൽ നിന്നുള്ള മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇതാ ഇവിടെ കാണുന്നതാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ. കണ്ട ആ രണ്ട് മലയാളം ഇടയ്ക്ക് അവിടെ വെച്ചാണ് അവൻ്റെ ടയർ പഞ്ചറാവുന്ന കാര്യം ഷൂട്ടിംഗ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, നമ്മളിനി അതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേസ് ഉണ്ട്, അവിടെ പോകാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് റെഡിയാർപട്ടി ഹിൽസിലേക്കാണ്. ഓക്കെ, ഒത്തിരി മൂവീസിൻ്റെ ലൊക്കേഷൻ ആയിട്ട് ഒരുങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു പ്ലേസാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാറോ അതുപോലെ ബൈക്കിലോ പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് സമയം ചിലവഴിക്കുക. ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരിക്കും, സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ടൈം മാനേജ് ചെയ്ത് വരിക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫിലിമിൻ്റെ ലൊക്കേഷനാണിത്. യെസ്, നീലാകാശം പച്ചക്കടൽ. വാ, നമ്മുടെ കാർ ഇവിടെ കിടപ്പുണ്ട്. പേഴ്സണലി വണ്ടികളൊക്കെ പോകുമ്പോൾ അടിപൊളിയാണ്. കുറച്ചുപേരൊക്കെ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. നമ്മളവിടെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടാക്കി. കുറച്ച് നല്ല മലകളൊക്കെ ഉണ്ട് അവിടെ തൊട്ടടുത്ത്, വലിയ മലനിരകളൊക്കെ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ഇപ്പോൾ ചെന്നൈ അങ്ങോട്ട് മെയിൻ റോഡ് പാസ് ചെയ്ത് പോകുന്ന അങ്ങോട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു യു ടേൺ പോലെ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ലെഫ്റ്റിലോട്ട് യു ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് നമുക്ക് ഫസ്റ്റ് ആ വഴി നമ്മൾ സ്ട്രെയിറ്റ് ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരുനെൽവേലി സിറ്റിയിലേക്ക് പോവാം. കുറച്ചുകൂടെ നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് തിരുനെൽവേലി സിറ്റിയിലേക്ക് പോകാനുള്ള വഴി ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങോട്ട് നമുക്കൊരു വഴി കാണുന്നുള്ള സാൻഡ് കിടക്കുന്ന ആ റോഡ് വഴി നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഈ മുകളിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ നമുക്ക് കാണേണ്ട കാഴ്ച ഒരു ഭീമാകാരമായ ഒരു വരയാടിൻ്റെ രൂപമൊക്കെ അവിടെയുണ്ട്. ഓക്കെ, ഒരു നല്ല കാണാനൊരു പ്രത്യേക ബ്യൂട്ടിയാണത്. പിന്നെ നമ്മുടെ ചൂട് മാരകമാണ് അത്. പക്ഷേ മുകളിലേക്ക് പോകുമ്പോൾ താഴത്തേനെ അപേക്ഷിച്ച് നമുക്കവിടെ നിൽക്കുമ്പോൾ ചൂടറിയില്ല, അത്രയും നല്ല കാറ്റാണ്. കാരണം നല്ല അത്യാവശ്യം ഒരു ഹൈറ്റിലാണ് ആ പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. സോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് എപ്പോഴും ഏത് സമയം കാഴ്ചകൾ കാണാം. പിന്നെ നമുക്ക് രാത്രിയൊക്കെ സമയത്താണ് ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് തിരുനെൽവേലി സിറ്റിയുടെ മൊത്തം ഒരു വ്യൂ, നമുക്ക് ആ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും. ഞാൻ എന്തായാലും വന്ന സമയം നല്ല ഉച്ച സമയമാണ്. കാറൊക്കെ കുറച്ച് ചെറിയൊരു ഓഫ് റോഡ് ഡ്രൈവ് നമുക്ക് ചെയ്തു വരുന്ന പോലെയാണ്. പക്ഷേ കാറിന് അടിയൊന്നും ഇടിക്കില്ല, അതൊന്നും പേടിക്കേണ്ട. നമ്മളിങ്ങനത്തെ റോഡ് കാണുമ്പോൾ വിചാരിക്കും മുകളിൽ വളയ്ക്കാൻ സ്ഥലമുണ്ടെന്ന്. പക്ഷേ മുകളിൽ നമുക്കൊരു നല്ല വലിയൊരു ബസ്സോ ലോറിയോ പോയാൽ തന്നെ നല്ല രീതിയിൽ വളയ്ക്കാൻ പറ്റുന്ന സേഫ് പ്ലേസ് മുകളിലുണ്ട്. സോ അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഹൈവേ പാസ് ചെയ്ത് പോകുന്നവർ ഉറപ്പായിട്ട് ഇവിടെ വരണം. ഓക്കെ, ഈ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ റെഡിയാർപട്ടി ഹിൽസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. നമ്മുടെ നീലാകാശം ആ മൂവിയിൽ ഞാൻ ഒത്തിരി സമയം വീണ്ടും നീലാകാശം എടുത്ത് പറഞ്ഞത്. കാരണം എനിക്ക് തന്നെ പേഴ്സണലി ഒരു ഫേവറേറ്റ് മൂവിയാണ്. സോ ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു പ്ലേസ് എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതിപ്പോൾ ലൈഫിൽ നടന്നു, അതിന് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വളവുകളെല്ലാം കയറി പോകുമ്പോൾ നമ്മൾ കറക്റ്റ് മുകളിലേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും കുറച്ച് നമ്മൾ കാർ ഇടേണ്ട പ്ലേസിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറിയാണ് നമുക്ക് മുകളിലേക്ക് പോവേണ്ടത്. ഓൺ ഗോയിങ് നമുക്ക് കുറച്ച് കരിഞ്ഞു നിൽക്കുന്ന കാടാണ്. കാരണം തമിഴ്നാട് അറിയാമല്ലോ, നമുക്ക് ഈ ഒരു ടൈമിൽ ഞാൻ പോയ സമയത്ത് മഴയൊക്കെ കുറവുള്ള ടൈമാണ്. സാധാരണ അവിടെ മഴ കുറവാണ്. സോ കുറച്ച് എല്ലാം നല്ല കരിഞ്ഞൊരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ കാടുകളും. പിന്നെ ഇത് വഴി വീണ്ടും നമുക്കൊരു ടേൺ എടുത്ത് പോകുമ്പോൾ നമുക്കിവിടെ പാർക്കിംഗ് ഏരിയ ആവും. ഇവിടെ വേറെ എൻട്രി ഫീയോ വേറെ ഒന്നുമില്ല. നമ്മൾ പോയപ്പോൾ ഇല്ലാത്തതാണെന്ന് അറിയില്ല, എൻ്റെ ഒന്നും ആരും മേടിച്ചിട്ടില്ല, അവിടെ ആരും ഇല്ലായിരുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നാണ് അടുത്ത അതിൻ്റെ ബാക്കി എൻട്രി സ്റ്റാർട്ടാവും. ഏറ്റവും മുകളിലേക്ക് ഇവിടെ നടക്കാനുള്ള ഒരു വേ ഉണ്ട്. അശ്വമൊക്കെ നടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അത്യാവശ്യം കുറച്ച് നല്ല വ്യൂസ് ഉള്ള പ്ലേസാണ്. അപ്പോൾ ഇതുവഴി പോകുന്നവർ ഒരിക്കലും ഇവിടെ മിസ് ചെയ്യരുത്. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നീലാകാശം പച്ചക്കളം ചുവന്ന മൂവി എന്ന് പറഞ്ഞ മൂവി, പിന്നെ ദിവ്യ എൻ്റെ അനിയത്തി അവിടെ നടന്നോ നിങ്ങൾ പറഞ്ഞു. പ്രേമലു അല്ലേ? പ്രേമലു സിനിമയല്ലേ ദിവ്യ? അവർക്ക് ഓർമ്മയല്ലേ? എനിക്ക് ഓർമ്മയുണ്ട് ആ സിനിമയെന്ന്. ഉറപ്പില്ല. അപ്പോൾ ആ സിനിമ അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ തിരുനെൽവേലിക്ക് ഒരു അത്യാവശ്യം നമുക്കൊരു നല്ലൊരു സ്പോട്ടാണ് നമുക്ക് വരാൻ പറ്റിയ, തിരുനെൽവേലിക്ക് അടുത്തുള്ളവർക്ക്. ഓക്കെ, ഇവിടെ എൻ്റെ മുകളിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേസ് അത്യാവശ്യം നല്ല ചൂടാണ്, ക്യാമറയൊക്കെ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ അകത്ത് കയറാടി വാ, ഇവിടെ അധികം സൈഡ് നോക്കിയിട്ട് വാ. ഇവിടെയാണ് ഒരു വലിയ ചെമ്മരിയാണല്ലേ, ഒരു വലിയ ആടുണ്ട്. മറ്റേ ആടിൻ്റെ ഫോട്ടോ ഉണ്ട്. അടിപൊളി ഫ്രണ്ട്സ്. നമുക്ക് അവിടെ നിന്ന് സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് ഒരു അടിപൊളി സ്പോട്ടാണ്. നമ്മൾ വന്ന ഹൈവേ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആ നാഷണൽ ഹൈവേ ആണിത്. നമ്മുടെ കന്യാകുമാരി ടു ശ്രീനഗറിലേക്ക് പോകുന്ന ഹൈവേ ആണ്. എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ് ആ ഏരിയ. തൊപ്പിയൊക്കെ പറന്നു പോകുന്നത് ഇത് അടിപൊളിയാട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ് ഇൻ ദിസ് ട്രിപ്പ്. ഓക്കെ, ഐ ലൈക്ക് ഇറ്റ്. നല്ല കാറ്റാണ്. ഓക്കെ, തൊപ്പി പറത്തിയെടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിരുനെൽവേലി ഇതാണ് നമ്മുടെ തിരുനെൽവേലി. നമുക്ക് ഈ ആ ഹൈവേ എവിടെ നിന്ന് കറങ്ങി നമ്മുടെ നാഷണൽ ഹൈവേ ആ റൗണ്ട് അടിച്ചങ്ങ് പോവുകയാണ്. ഇതാണ് നമ്മുടെ
നമ്മുടെ തിരുനെൽവേലി സിറ്റിയുടെ ഭാഗമാണ് ഇതെല്ലാം. തൊപ്പി എടുത്ത് തിരിച്ച് വയ്ക്കാം, അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഇത് നമ്മുടെ തിരുനെൽവേലി സിറ്റിയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇവിടെ കുറച്ചൊക്കെ ഫ്ലാറ്റുകളൊക്കെ വരികയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ വിചാരിച്ചു അതിന് വെള്ളത്തിനുള്ള സംഭവം നിലയിൽ, പക്ഷേ അതല്ല. അത്യാവശ്യം നല്ല ഇതുണ്ട്, വ്യൂസ് ഉണ്ട്. എൻ്റെ അനിയത്തി അമ്മയൊക്കെ അവിടെ നിന്ന് വെയിലില്ലാതെ നിൽക്കുന്നു. ഞാനും അവിടെ പോയി വെയിലില്ലാതെ നിന്ന് അതിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഓക്കെ, ഞാൻ തൊപ്പി ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെയാണ് കാർ പാർക്കിംഗ് ഏരിയ. കണ്ട അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ല കാറ്റാണ്. നമ്മൾ കാറിൽ അതുവഴിയാണെങ്കിൽ മുകളിലേക്ക് കയറി നിറച്ച് ആടുകളുണ്ട്, അതുവഴി പോകുന്നുണ്ട്. ആട് പാസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ആടിൻ്റെ ഒരു ഇത് കാണാം. ഇവിടെ നമുക്ക് വല്ലാത്ത ഇതാണ്. അപ്പോൾ അവിടെ ഭയങ്കര ചൂട് കാറ്റാണ് അവിടെ നിൽക്കുമ്പോൾ തോന്നണം. ഇവിടെ പക്ഷേ കൊള്ളാം. നമുക്ക് അതിനെ മുളിക്കാം. അവിടെ കുറച്ച് കാറ്റ് കൂടുതലായിരിക്കും. കാരണം ആട് കുറച്ചുകൂടെ വ്യൂ ആയിട്ടുണ്ട് ഇവിടെ നിൽക്കും. ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ വെയിലായിരിക്കും. ഇതിൻ്റെ മുകളിൽ വെയിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ വെയിൽ വലിയ കാറ്റുണ്ട് ദിവ്യേ. ഓക്കെ, ഇതാണ് ബെസ്റ്റ് സ്പോട്ട്. അടിപൊളി. ഈ പ്ലേസിൻ്റെ പേര് എനിക്കറിയില്ല, അല്ലെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യായിരുന്നു. ഓക്കെ, ഇതിൻ്റെ ഗൂഗിൾ ലൊക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കമ്പനിയിലെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, വൺ ഓഫ് ദിസ് ബെസ്റ്റ് സ്പോട്ട്. ദുൽഖർ സൽമാൻ്റെ മൂവി ഷൂട്ട് ചെയ്ത പ്ലേസ് ആ 2 പാറയുടെ ഇടയ്ക്കൂടെയാണ് അവരന്ന് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരെ ഷൂട്ട് ചെയ്യുന്ന ഇതിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വരുന്ന ഭാഗം അവിടെ അവരിന്ന് പഞ്ചറാവുന്നു. അതിനുശേഷം സൈഡിൽ ഇവിടെ ഒരാൾ വന്ന് ശരിയായി കൊടുക്കാനൊക്കെ വേണ്ടി അത് ആ പാറ എന്തോ ആയിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മടങ്ങുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കാരണം കുറച്ച് ഫേസൊന്നും വ്യക്തമാവുന്ന ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എന്താ നീലാകാശം പച്ചക്കടൽ ഷൂട്ട് ചെയ്ത ഭാഗം എന്താ അതായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു മെമ്മറി വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂടാണ്, പക്ഷെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് അതത്ര ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ആ സൈഡിൽ കൂടെ ഒരു വ്യൂ കിട്ടും. അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത്. യെസ്, ഇതാണ് ആ മലയുടെ മുകളിലുള്ള പ്ലേസ്. ഓക്കെ, ഇവിടെ വേണ്ട ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്ലേസാണിത്. ഇവിടെ ആൾക്കാരൊക്കെ നിറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. ഇത് അവിടെയാണ് മറ്റേ പഞ്ചറാവുന്ന ആ സീനുള്ളത്. പ്രാമലിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അനിയത്തി പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, ഇത് അവിടെയാണ് ആ ഒരു ലൊക്കേഷൻ നമ്മളിപ്പോൾ കണ്ടതായിട്ടുള്ള ആ ലൊക്കേഷൻ്റെ അവിടെയാണ്. കാർ പാർക്ക് ചെയ്യാനുള്ള എൻട്രൻസ് അവിടെയാണ്. ഓക്കെ, അതുവഴി വരുന്ന വഴിയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഐ ആം റിയലി ഹാപ്പി ടു ദിസ് പ്ലേസ്. ഓക്കെ, ഇവിടെ വരുന്നവർ ജസ്റ്റ് സൂക്ഷിക്കുക. ഇവിടെ കുറച്ച് അപകടം നിറഞ്ഞ ഏരിയയാണ്. ഈ സൈഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതൊന്ന് സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് ഞാൻ വിട പറയുകയാണ്. ബൈ ബൈ.